ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവണ മെസ്സേജസ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 എങ്ങനെയായിരിക്കും നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 2026 വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്ക് വേണ്ടി ജാനുവരി ടു മാർച്ച് ആ 3 മാസത്തിൻ്റെ എനർജി പേജ് ഓഫ് കപ്സ്, ഏപ്രിൽ മെയ് ജൂൺ പേജ് ഓഫ് സോഡ്സ്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നിങ്ങൾക്ക് 5 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കണേ. ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ക്വീൻ ഓഫ് സോഡ്സ്. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ലീബ്ര ഇവിടെ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ എനർജിയാണ്. ഈ കൊല്ലം 2026 നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് കുറേ ചെയ്യുന്നുണ്ടാവും. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ് പ്ലാൻസ് ഉണ്ടെങ്കിൽ വെച്ചാൽ, കരിയർ പ്ലാൻസ് ഉണ്ട് വെച്ചാൽ, അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് പ്ലാൻസ് ഉണ്ട് വെച്ചാൽ, അതിനൊക്കെ നിങ്ങൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും, അതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ പ്ലാനിങ് നിങ്ങൾ 2026 ചെയ്യുന്നുണ്ടാവുക. ചിലവർ പുറമെ പോകാനുള്ള പ്ലാനിങ് ഉണ്ട് വെച്ചാൽ അതിൻ്റെ തുടക്കം 2026 നിങ്ങൾക്ക് പുറമെ ജോലി ചെയ്യണം, ഇല്ല വെച്ചാൽ എന്താ പറയുക, പഠിപ്പിന് വേണ്ടിയിട്ട് പോകണം, അങ്ങനത്തെ പ്ലാൻസ് ഉണ്ട് വെച്ചാൽ അതും 2026 നിങ്ങൾ ആ പ്രോസസ്സ് തുടങ്ങുന്നുണ്ടാവുക. ലവേഴ്സ് എനർജീൻ്റെ ഇവിടെ. അപ്പോൾ ലവേഴ്സ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയുമാണ്, സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഫ്യൂച്ചർ എന്താ വേണ്ടത്, ഫ്യൂച്ചറിൽ കല്യാണം വേണോ, എപ്പോഴാണ് സെറ്റിൽ ഡൗൺ ആവേണ്ടത്, എന്താണ് നമ്മളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക, കുട്ടികൾ വേണോ. അപ്പോൾ അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ നിങ്ങൾ 2026 കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടാവും, സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ലവേഴ്സ് ചോയ്സിൻ്റെ എനർജിയുമാണ്. അപ്പോൾ 2026 നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ചോയ്സ് വരണ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെ 9 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഓക്കെ, 9 ഓഫ് വാൻഡ്സ് കുറച്ചൊരു പേടിയുടെ എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പേയും കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 2026 ആകുമ്പോഴേക്കും ആ സെയിം സൈക്കിൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണം എന്നില്ല നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചിട്ടാണ് എല്ലാം കാര്യങ്ങൾ തീരുമാനിക്കണത്. കുറേ ആലോചിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റ് വേണം എന്നില്ല ലൈഫിൽ. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷിച്ചിട്ട് ആണ് മുമ്പോട്ട് പോകണേ. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാർച്ച് 2026 തുടക്കത്തിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ഇതൊരു ലവ് റിലേഷൻഷിപ്പിൽ വെച്ച് പുതിയ ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇതൊരു ക്രഷിൽ വെച്ച് ഇൻഫാറ്റുവേഷൻ ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ കണക്ഷൻ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. 4 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. ചിലവർക്ക് ഇതൊരു അറിയണ പേഴ്സണാണ്, ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജിയാണ്. നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ ഈ പേഴ്സൺ 2026 തുടക്കത്തിൽ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് നിങ്ങൾക്ക് സൂക്ഷിക്കണം. ആദ്യത്തെ 3 മാസം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഹൈറോഫാണ്ട് എനർജീൻ്റെ ഇവിടെ. ഹൈറോഫാണ്ട് സ്പിരിച്വൽ എനർജിയാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് കുറേ സ്പിരിച്വൽ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. സ്പിരിച്വലി കുറച്ച് ആ ലൈനിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടാവുക. കൂടുതൽ സ്പിരിച്വൽ ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. സ്പിരിച്വൽ അല്ല ചെയ്ത് ഫാമിലിയുടെ എനർജി ആവാം. ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണു. അതല്ല വെച്ചാൽ ഇവിടെ റിലീജിയസ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഞാൻ സെപ്പറേഷൻ കാണുന്നത് ഒരു ഫാമിലിയുടെ കൂടെ. സെപ്പറേഷൻ പറഞ്ഞാൽ നിങ്ങൾ ഫാമിലിയുടെ കൂടെ അല്ല, എന്തോ അവിടെ ഒരു സെപ്പറേഷൻ
ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈഫ് ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റഡ് എനർജി, അതും ഞാനിവിടെ കാണുന്നുണ്ട്. ചിലവർക്ക് അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഹൈറോഫാണ്ടൻ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റിസ് എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചിലവർ സെപ്പറേറ്റഡ് ആയിരിക്കാം, ഒരു മാരേജിൽ സെപ്പറേഷൻ, ഡിവോഴ്സ് പ്രൊസീഡിങ്സ് നടക്കണ എനർജി ആവാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ട് ആദ്യത്തെ 3 മാസത്തിൽ. ഓക്കെ, അപ്പോൾ അടുത്ത 3 മാസം ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴേക്കും പേജ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ പേജ് സോഡ്സ് എനർജി ഒരു പുതിയ ഇൻഫർമേഷൻ്റെ എനർജിയാണ്, പുതിയ കോഴ്സ് ഇല്ലച്ചാൽ നിങ്ങൾ എന്തോ പഠിക്കണോ ഓൺലൈൻ, അങ്ങനത്തെ എനർജിയാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏപ്രിൽ മെയ് ജൂൺ നല്ല സമയമാണ്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പഠിക്കാൻ വേണ്ടിയിട്ട് അബ്രോഡ് പോകണ അങ്ങനത്തെ പ്ലാൻസ് ഉണ്ട് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ 2026 തുടങ്ങുന്നുണ്ടാവുക, അതിൻ്റെ പ്രോസസ്സൊക്കെ. പക്ഷെ ഞാൻ കാണുന്നത് ജനറലി ഒരു നല്ല കൊലാബറേഷൻ ഉണ്ട് ഏത് കാര്യത്തിലും. പറഞ്ഞാൽ പേഴ്സണൽ ലൈഫിലാണ് ഇല്ലച്ചാൽ കരിയറിലാണോ, എല്ലാത്തിലും നിങ്ങൾക്ക് വേറെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ വീൽ ഓഫ് ഫോർച്യൂണും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ല സമയമാണ് ആ 3 മാസം ഏപ്രിൽ മെയ് ജൂൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല പോസിറ്റീവ് ടൈമാണ് ആക്ച്വലി. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചൊരു നെഗറ്റീവായിട്ട് പോണു. ഇവിടെ കുറേ ഒരു അൺഹെൽതി കോമ്പറ്റീഷനാണ് ഞാൻ കാണുന്നത്. ചിലവരുടെ കൂടെ വഴക്കുണ്ടാവണ എനർജി ഉണ്ട്. അപ്പോൾ ആ 3 മാസം നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ ചില ആൾക്കാർ നിങ്ങളുടെ ഹിഡൻ എനിമീസ്, അതാണ് ഞാൻ കാണുന്നത്. ചിലവർ നിങ്ങളുടെ അഗൻസ്റ്റായി വർക്ക് ചെയ്യണോ നിങ്ങളുടെ ഓഫീസിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ചിലവർ നിങ്ങൾ അറിയാണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്ന്, പക്ഷേ ആക്ച്വലി ഇവർ നിങ്ങളുടെ അഗൻസ്റ്റായിട്ട് എന്തോ ചെയ്യണു. ചില സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ചില ഫ്രണ്ട്സ് നിങ്ങൾ വിചാരിച്ചു ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സാണ്, അവർ എക്സ്പോസ് ആവാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട് ഇവിടെ. ചില റിലേഷൻഷിപ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ ഒരു ഡിസപ്പോയിൻറ്റഡ് എനർജി ആയിട്ട് ഒരു സിറ്റുവേഷനെ വിട്ടു പോകണു. എന്താ വെച്ചാൽ അത് അത്രയും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അത് ഉണ്ട്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ. ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ. ക്വീൻ ഓഫ് സോഡ്സ് ഒരു കുറേ ക്ലാരിറ്റി ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ എൻഡ് ഓഫ് ദ ഇയർ ആകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ക്ലിയർ ആവും. പറഞ്ഞാൽ ഒരു കൺഫ്യൂഷനൊന്നുമില്ല, ക്ലാരിറ്റി ഉണ്ട്. സംസാരിക്കുമ്പോഴും വേറെ ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുമ്പോഴും നല്ല ക്ലാരിറ്റിയുടെ കൂടെയാണ് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണേ. 3 ഓഫ് വോൺസ് ഇവിടെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു റിവാർഡ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അതെല്ലാം ശരിയാവുമെന്ന്. അപ്പം ലാസ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾക്ക് കുറേ ഇന്നർ സ്ട്രെങ്ത്തും ഉണ്ട്, കുറേ ചാലഞ്ചസ് നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മെൻ്റലി കുറേ സ്ട്രോങ് ആണ്. ഇവിടെ കാണുന്നത് നിങ്ങൾ ചില റിസ്ക്സ് എടുക്കുന്നുണ്ട്, ചില ചാൻസസ് എടുക്കുന്നുണ്ട് ലൈഫിൽ, ചില ഡിസിഷൻസ് തീരുമാനം എടുക്കുന്നുണ്ട്. അതൊക്കെ കുറേ ബോൾഡായിട്ടാണ് നിങ്ങൾ സ്റ്റെപ്സ് എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞ മാതിരി ചിലവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിൻ്റെ ഔട്ട്കം എൻഡ് ഓഫ് ദ ഇയർ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ മൊത്തം ഞാനൊരു പോസിറ്റീവ് എനർജിയാണ് കാണുന്നത് ലാസ്റ്റ് 3 മന്ത്സിൽ. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് എനർജി യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ആ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്കെല്ലാം നല്ല പോലെ ഡീൽ ചെയ്യാം എല്ലാ കാര്യത്തിലും. 7 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു പേടി ഉണ്ടാവും, അതെനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവും. പക്ഷേ അത് ഒരു സെൽഫ് സാബോട്ടാജിങ് എനർജി ആയിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും നിങ്ങൾ അതിനെ യൂസ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയണത് അത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ആ ലാസ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾക്ക് ആ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. സെൽഫ് സാബോട്ടാജ് ചെയ്യരുത്. ഓക്കെ, എന്താ ചെയ്ത് സെൽഫ് സാബോട്ടാജിങ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ വരണ ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ തന്നെയാണ് സാബോട്ടാജ് ചെയ്യണേ. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. നിങ്ങളുടെ പേടി കാരണമായിരിക്കാം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തത്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ബോൾഡായിട്ട് മുമ്പോട്ട് പോവുക. ഓക്കെ, നിങ്ങൾക്ക് വരണ ഓപ്പർച്യൂണിറ്റീസൊക്കെ യെസ് എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരിക്കും 2026? ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് സ്റ്റാറാണ്, ഹീലിംഗ് എനർജി. ഓക്കെ, ഫെയ്ത്ത്
ഫെയ്ത്ത് ഇല്ലാത്ത പോലെ ഒരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേ വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഫെയ്ത്ത് ഇല്ലാത്തൊരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. പക്ഷേ ലൈഫ് കുറച്ചൊരു അൺസ്റ്റേബിളായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. നൈറ്റ് ഓഫ് വോൺസ്, ഒരു അൺപ്രഡിക്റ്റബിൾ എനർജി. അതുമാത്രമല്ല, ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സണിൻ്റെ കൂടെ കുറേ വഴക്കുണ്ടാവുന്ന എനർജി ഉണ്ട്. ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം നിങ്ങളുടെ ലൈഫിൽ. അതല്ല വെച്ചാൽ ഏതൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇൻറ്റർഫിയർ ചെയ്യണോ, ഈ പേഴ്സൻ്റെ കൂടെ കുറേ വഴക്കുണ്ടാവണോ, അതൊക്കെയാണ് ചാലഞ്ചായിട്ട് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ്? ആൻഡ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രയും ശ്രമിച്ചിട്ടും ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്കൊരു പീസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ അവരുടെ കൂടെ നിങ്ങൾ എത്രയും അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കണു, അത്രയും അവർ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ സിറ്റുവേഷൻ ആദ്യം തിരിച്ചു വരണു നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. യൂണിവേഴ്സ് ഇവിടെ പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ സ്റ്റേബിൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി കരിയറിൽ നല്ല സമയമാണ്, നല്ല ടൈമാണ് നിങ്ങൾക്ക്. ആൻഡ് ഇമോഷണലിയും നിങ്ങൾക്ക് ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. ഒരു ടോറസ് വെർഗോ കാപ്രിക്കോണിൻ്റെ അടുത്തുനിന്ന് ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഈ പേഴ്സണും നിങ്ങളൊരു ഡിവൈൻ പെയറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യത്തിൽ നെഗറ്റീവാണ്, പക്ഷേ ചില കാര്യങ്ങൾ കുറേ പോസിറ്റീവായിട്ടും കാണുന്നുണ്ട്. ചില ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ നിങ്ങൾ ഡെഫിനറ്റ്ലി അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ പോകുന്നത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. അപ്പോൾ 6 മാസം കുറച്ചൊരു അൺസ്റ്റേബിൾ എനർജീസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നെക്സ്റ്റ് 6 months ഞാൻ കാണുന്നത് കുറേ സ്റ്റെബിലിറ്റി വരാൻ പോണ സമയമാണ്. 6 of Pentacles ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ 6 of Pentacles നിങ്ങൾക്ക് വേണ്ട മാതിരി ഹെൽപ്പ് കിട്ടും. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെ, ഒരു ഫയർ സൈൻ. ആദ്യം ഈ ഫയർ സൈൻ ആണ് പറയുന്നത്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ വൺ സൈഡഡ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആവാം, പാർട്ട്ണർ ആവാം, കലീഗ് ആവാം. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് ഞാൻ കാണുന്നത്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത്. ഈ പേഴ്സൻ്റെ കൂടെ ചാലഞ്ചസ് ഉണ്ടായാലും നിങ്ങൾ ആ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏത് മാസമാണ് നിങ്ങളുടെ ഏറ്റവും നല്ല മാസം? സെപ്റ്റംബറാണ് ഏറ്റവും പോസിറ്റീവ് മന്ത് നിങ്ങൾക്ക് വേണ്ടി. ഏറ്റവും നെഗറ്റീവ് മന്ത് എന്താണ് പറഞ്ഞാൽ? ചാലഞ്ച് ഉള്ള മാസം ഏതാണ്? നെഗറ്റീവ് എന്ന് പറയില്ല, പക്ഷെ ചാലഞ്ചസ്, ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് ഉള്ള മാസം നിങ്ങൾക്ക് മാർച്ചാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീബ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് 2026 എന്താ എനർജീസ് ഉണ്ടാവാൻ പോകണമെന്ന് അറിയണം വെച്ചാൽ പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.